ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ രാജ്യം സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വിരോധാഭാസത്തിലേക്കാണ് നാം കടക്കുന്നത്. ഒരു വശത്ത് പ്രതിപക്ഷത്തിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുന്നു, ഭരണകക്ഷിയുടെ ശക്തി കുറയുന്നു. എന്നാൽ മറുവശത്ത് മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ആ അവസരം വേണ്ടെന്ന് വെച്ച് പ്രതിസന്ധിയിലേക്ക് ഉൾവലിയുകയാണ്. ചരിത്രപരമായ ഒരു സുവർണാവസരം മുന്നിൽ കിട്ടിയിട്ടും അത് മുതലെടുക്കുന്നതിന് പകരം സ്വന്തമായി മെനഞ്ഞെടുത്ത ഒരു ഇരയുടെ വേഷം കെട്ടാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ ഈ സമീപനം വിദഗ്ധ തലങ്ങളിൽ നിന്നുള്ള കടുത്ത ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. സ്വയം ഇരവാദം ഉയർത്തുന്ന ഈ പ്രവണത പാർട്ടിയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വിനാശകരമായേക്കും എന്ന ശക്തമായ വിലയിരുത്തലുകൾ വരുന്നു. രാജ്യത്തെ സ്ഥാപക പാർട്ടിയായ കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പങ്ക് വഹിക്കേണ്ടതുണ്ട്. എന്നാൽ രാഷ്ട്രീയ പ്രതിസന്ധികളെ നേരിടാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് വസ്തുതകളിൽ നിന്നകന്ന് ഒരുതരം കെട്ടുകഥാ ലോകത്തേക്ക് ഉൾവലിഞ്ഞിരിക്കുന്നു എന്നാണ് പ്രധാന വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം തങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന് സ്ഥാപിച്ചുകൊണ്ടും പാർട്ടിക്കുണ്ടാകുന്ന ഓരോ തിരിച്ചടിക്കും കാരണം നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങളാണെന്ന് വിശ്വസിച്ചുകൊണ്ടും മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ്. ഈ ഇരവാദം വസ്തുതാപരമായ രാഷ്ട്രീയ വിലയിരുത്തലുകളിൽ നിന്നും ആത്മപരിശോധനകളിൽ നിന്നും പാർട്ടിയെ ബോധപൂർവം അകറ്റിക്കളയുന്നു. പരാജയങ്ങൾക്ക് ഒരു എളുപ്പമുള്ള കാരണം കണ്ടെത്തി അതിന്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള എളുപ്പ വഴിയാണ് ഈ സമീപനമെന്നും വിഷയം വിലയിരുത്തുന്നവർ അഭിപ്രായപ്പെടുന്നു. ഇത് സാധാരണ പ്രവർത്തകരുടെ മനോവീര്യത്തെ തകർക്കുകയും കോൺഗ്രസിന് ഒരു വിശ്വാസ്യതയുള്ള ബദലാകാനുള്ള ശേഷി കുറയ്ക്കുകയും ചെയ്യും. കഴിഞ്ഞ 3 പൊതു തെരഞ്ഞെടുപ്പുകളിലും കനത്ത തിരിച്ചടി നേരിട്ടിട്ടും പാർട്ടി നേതൃത്വം സ്വന്തം പാളിച്ചകൾ തുറന്നു സമ്മതിക്കാനോ ഘടനാപരമായ മാറ്റങ്ങൾക്ക് തയ്യാറാകാനോ ഇനിയും ശ്രമിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പാർട്ടിയുടെ പുനഃസംഘടനയ്ക്ക് തടസ്സമുണ്ടാക്കിക്കൊണ്ട് ഒരു പ്രത്യേക കുടുംബത്തിന്റെ ആധിപത്യം നിലനിർത്താനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസിന്റെ അകത്ത് ശക്തമായി തുടരുന്നത്. ഒരു കാലത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ദിശാബോധം നൽകിയ പ്രസ്ഥാനം ഇന്ന് ഒരു പ്രത്യേക കുടുംബത്തിന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ദുർബലമായ ഒരു സംവിധാനമായി മാറിയിരിക്കുന്നു എന്ന ആക്ഷേപവും ശക്തമാണ്. ഈ കുടുംബ കേന്ദ്രീകൃത ഭരണശൈലി പാർട്ടിയുടെ വളർച്ചയെയും രാഷ്ട്രീയപരമായ പ്രതിച്ഛായയെയും സാരമായി ബാധിക്കുന്നു എന്നും വിശാലമായ വിലയിരുത്തലുകൾ വരുന്നുണ്ട്. പ്രാദേശിക നേതൃത്വങ്ങൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അധികാരം നിഷേധിക്കുന്ന ഈ രീതി കോൺഗ്രസിന്റെ വേരുകൾ അറുത്തുമാറ്റുന്നതിന് തുല്യമാണ്. മാത്രമല്ല, കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടുകളിലെ വൈരുദ്ധ്യം പലപ്പോഴും ശ്രദ്ധേയമാണ്. ഒരു വശത്ത് നരേന്ദ്രമോദിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒരു തോറ്റയാളായി പരിഹസിക്കാൻ പാർട്ടി ശ്രമിക്കുന്നു. എന്നാൽ അടുത്ത നിമിഷം തന്നെ മോദിയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ തങ്ങൾ തകർന്നടിഞ്ഞ ഇരകളായി സ്വയം ചിത്രീകരിക്കാനും കോൺഗ്രസ് തയ്യാറാകുന്നു. ഈ പരസ്പര വിരുദ്ധമായ സമീപനം കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുകളിലെ വ്യക്തതയില്ലായ്മ വെളിപ്പെടുത്തുന്നതായി വിശകലന സമിതികൾ വിലയിരുത്തുന്നുണ്ട്. ഇത് പാർട്ടിയുടെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ കാരണമാവുകയും എതിരാളികൾക്ക് ആയുധം നൽകുകയുമാണ് ചെയ്യുന്നത്. പാർട്ടിക്ക് അകത്തും പുറത്തും ഉയരുന്ന വിമർശനങ്ങളെ നേരിടാനുള്ള കോൺഗ്രസിന്റെ രീതിയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. പാർട്ടിയുടെ നിലപാടുകളെ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന ആരെയും അവരെല്ലാം സർക്കാരിന്റെ ഏജന്റുമാരായോ BJPയുടെ B ടീമായോ മുദ്രകുത്തുന്ന പ്രവണത ഇന്ന് കോൺഗ്രസ് ക്യാമ്പിൽ ശക്തമാണ്. ഉദാഹരണമായി തെലങ്കാനയിൽ കോൺഗ്രസുമായി സഖ്യത്തിലുള്ള AIMIM എന്ന പാർട്ടിയെ തന്നെ ബീഹാറിൽ മോദിയുടെ B ടീമായി ചിത്രീകരിച്ചത് ഈ ഇരട്ടത്താപ്പിന് തെളിവാണ്. ഇത്തരം സമീപനം ആരോഗ്യകരമായ വിമർശനങ്ങളെ ഇല്ലാതാക്കുകയും പാർട്ടിക്കകത്ത് സത്യസന്ധമായ സംവാദങ്ങൾക്കുള്ള സാധ്യത അടച്ചു കളയുകയും ചെയ്യുന്നു. ഇത് വിമർശകരുടെ ശബ്ദം ഇല്ലാതാക്കാനും തൃപ്തികരമല്ലാത്ത ചോദ്യങ്ങളെ നേരിടാതെ ഒളിച്ചോടാനും മാത്രമാണ് സഹായിക്കുക. കോൺഗ്രസ് ഈ ദുർബലമായ ആഭ്യന്തര ഘടനയിൽ നിന്ന് പുറത്തു വന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു വിശ്വസനീയമായ ബദൽ നൽകാൻ തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഈ ഇരവാദം പാർട്ടിയുടെ രാഷ്ട്രീയപരമായ ഭാവിയെ പ്രതിസന്ധിയിലാക്കുമെന്ന കടുത്ത മുന്നറിയിപ്പുകൾ ശക്തമായി ഉയരുന്നു. ഇതാണ് നിലവിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി.